നമസ്കാരം. ജോർജ് സോറോസ് എന്ന അമേരിക്കൻ കോടീശ്വരൻ, അദ്ദേഹത്തെ കോടീശ്വരൻ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അതായത് ഇന്ത്യയെ എങ്ങനെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന ഒരു കടൽ കിഴവനാണ്, ഒരു പടുവൃദ്ധനാണ് ഈ ജോർജ് സോറോസ്. ഇയാൾക്ക് ഈ വയസ്സാം കാലത്തും ഇന്ത്യ എങ്ങനെങ്കിലും തകർക്കണം, അതിനുവേണ്ടി താൻ എത്ര പണം വേണമെങ്കിലും മുടക്കാം എന്ന ചിന്തയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ജോർജ് സോറോസ് ഇന്ത്യയിൽ നടത്തിയ ഇടപെടലുകൾ, തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നൽകിയ പണം, ഇന്ത്യയിലെ ചീഞ്ഞുനാറിയ കോൺഗ്രസ് അടക്കമുള്ള ചീഞ്ഞുനാറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ പണം, നേതാക്കന്മാർക്ക് വാരിക്കോരി കൊടുത്തത്, തീവ്രവാദികൾക്ക്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്, PFI അടക്കമുള്ള ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ചെയ്തത്, ഇവിടുത്തെ മാധ്യമങ്ങളെ ഹൈജാക്ക് ചെയ്തത്, അതുപോലെ വിവിധ മാധ്യമങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഒക്കെ തന്നെ തെളിവുകൾ സഹിതം തത്വമയി ന്യൂസ് ഏതാനും വർഷങ്ങൾക്ക് മുൻപേ പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം അതിന്റെ കൃത്യമായ ഫോളോ അപ്പും ഞങ്ങൾ അന്ന് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ജോർജ് സോറോസ് ഇവിടുത്തെ ആരുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആരാണ് ഇയാളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിൽ തന്നെ ഇയാൾ പണം മുടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ജന്മഭൂമി അത് വിശദമായി നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു മലയാള മാധ്യമം കൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്ത്യയും ബംഗ്ലാദേശും ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും വിദേശ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് അമേരിക്ക ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര വികസന ഏജൻസിയിൽ നിന്ന്, അതായത് US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്, $260 ബില്യൺ, അതായത് 2276 കോടി രൂപ നമ്മുടെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള ചില ഏജൻസികൾ സ്വീകരിച്ചതായി, അവർ വാങ്ങിയതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവര് ഈ സന്നദ്ധ സേവനം, അതുപോലെ തന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. സോണിയാഗാന്ധിയുടെ ഭർത്താവായിരുന്ന രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് ജോർജ് സോറോസിന് $260 ബില്യൺ ഈ ഒരു വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിച്ചു. ഒപ്പം ഈ കോൺഗ്രസിന്റെ പ്രമുഖരായ പല നേതാക്കൾക്കും ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ വഴി ജോർജ് സോറോസിന്റെ ഫണ്ട് ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ജോർജ് സോറോസുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നിവ കഴിഞ്ഞ 15 വർഷമായി US എയ്ഡഡ് പദ്ധതിയിൽ നിന്ന് പണം കൈപ്പറ്റുന്നു. ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഏതാണ്ട് 5000 കോടി രൂപ സോറസ് ചെലവിട്ടതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. സോണിയാഗാന്ധി അധ്യക്ഷയായ രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിനും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും ജോർജ് സോറസ് നടത്തുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പണം നൽകിയോ എന്നാണ് BJP MP നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ചോദിച്ചത്. ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റായ സാം പിട്രോഡയ്ക്ക് പണം നൽകിയോ എന്ന ചോദ്യം ഉന്നയിച്ചു. ഇതേ 582 ജില്ലകളിലായി 41 പദ്ധതികൾക്ക് US എയ്ഡ് പദ്ധതിയിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്. വയനാട്ടിൽ വന്യജീവികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള പദ്ധതിയുടെ പേരിൽ കേരളത്തിലും US എയ്ഡ് ലഭിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വികസന ഏജൻസിയുടെ പ്രവർത്തനം നിർത്താൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരുന്നു. ഏജൻസിയുടെ മുഴുവൻ ജീവനക്കാരെയും അഡ്മിനിസ്ട്രേറ്റീവ് ലീഗിൽ പ്രവേശിപ്പിച്ചു. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ അമേരിക്കയിലേക്ക് തിരിച്ചു വരണമെന്നും ഉത്തരവിൽ പറയുന്നു. അതായത് അന്താരാഷ്ട്ര ഏജൻസികൾ എന്ന പേരിൽ, സഹായം എന്ന പേരിൽ ഇവർ നടത്തുന്നത്, അല്ലെങ്കിൽ ഇവർ കാഴ്ചവെക്കുന്നത് ഇത്തരം രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ, ഇത്തരം രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് ജോർജ് സോറസ് എന്ന് പറയുന്ന ആള് നടത്തുന്ന കമ്പനി, അയാളുടെ ഒരുപാട് കമ്പനികളുണ്ട്, പല പേരിൽ ഈ രീതിയിൽ കോടികൾ ഈ രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും ഒക്കെ തന്നെ ചേർന്ന് കൈപ്പറ്റി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിയാണ്. ഇന്ത്യ വർഷങ്ങളോളം ഇവർ ഭരിച്ചു, കോൺഗ്രസ് ഭരിച്ചു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനൊക്കെ ആ സമയത്ത് രൂപീകൃതമായതാണ്. അപ്പോൾ ഇന്ത്യയെ തകർക്കാനും ഇന്ത്യയെ ഇല്ലാതാക്കാനും വേണ്ടി, എനിക്ക് തോന്നുന്നു 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മളൊന്നും ബാക്കി കാണില്ലായിരുന്നു എന്ന ഒരു ഭയം, ഒരു ഉൾഭയം ഇപ്പോൾ തോന്നുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അതുപോലെ തന്നെ ജോർജ് സോറസ് കോടികൾ ഒഴുക്കിയിരുന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതിനിടെ മലയാള മനോരമയും പ്രതിക്കൂട്ടിലാകുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. മലയാള പത്രമുത്തശ്ശി എന്നൊക്കെയാണ് പറയുന്നത്. സോറസിന്റെ ഇന്ത്യയിലെ ഒരു വിവാദ പദ്ധതിയുടെ അംബാസിഡർ മലയാള മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയന്ത് മാമൻ മാത്യു ആണ്. ഈ തലമുറയിലെ ഒരു ചെറുമകനാണ് ഇദ്ദേഹം. മാധ്യമ പ്രവർത്തകർക്കുള്ള വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഫാക്ട് ശാലയ്ക്ക് ജോർജ് സോറസ് കോടികൾ നൽകിയതിന്റെ രേഖകൾ വിക്കിലീക്സ് പുറത്തുവിട്ടു. ജയന്ത് മാമൻ മാത്യുവിന് പുറമെ ദ പ്രിന്റിലെ ശേഖർ ഗുപ്ത, ദ ക്വിന്റിലെ നീതു കപൂർ, ബീട്രൂട്ട് ന്യൂസിലെ ഫെയ് ഡിസൂസ എന്നീ വിവാദ മാധ്യമ പ്രവർത്തകരാണ് മറ്റ് 3 അംബാസിഡർമാർ. കശ്മീരി മാധ്യമ പ്രവർത്തകൻ സയ്യിദ് നസാക്കത്ത് സ്ഥാപിച്ച ഡാറ്റ ലീഡ്സിന് കീഴിലാണ് ഈ ഫാക്ട് ശാല എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഓൺലൈനിലൂടെ പ്രവർത്തിക്കുന്ന വിവരങ്ങളിൽ തെറ്റേത് ശരിയത് എന്ന് തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായി വിശകലനം ചെയ്ത് അറിവ് സ്വന്തമാക്കാൻ ഇന്ത്യയൊട്ടാകെ ചെറുനഗരങ്ങളിലും ഗ്രാമങ്ങളിലും പരിശീലനം നടത്തുന്ന പദ്ധതി എന്ന പേരിലാണ് ഫാക്ട് ശാല പ്രഖ്യാപിക്കപ്പെട്ടത്. വ്യാജ വിവരങ്ങൾ തിരിച്ചറിയാനും
ഗ്രാമങ്ങളിലെയും ചെറുപട്ടണങ്ങളിലെയും ജനങ്ങളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കാനുള്ള യജ്ഞത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 250-ലേറെ മാധ്യമ പ്രവർത്തകർ, മാധ്യമ അധ്യാപകർ, ഫാക്ട് ചെക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ, കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ എന്നിവയുടെ കൂട്ടായ്മയാണ് ഇത് ഫാക്ട് ശാല. അപ്പം ഇത്തരം ഫാക്ട് ശാല പ്രവർത്തിക്കുന്നത് എന്തിനാണ്? ഈ ഫാക്ട് ശാലയ്ക്ക് ജോർജ് സോറസ് പണം നൽകിയോ? മലയാള മനോരമയുടെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി ജയന്ത് മാമൻ മാത്യുവിന് ഈ ഫാക്ട് ശാലയുമായിട്ട് എന്ത് ബന്ധം, ഫാക്ട് ശാലയും ജോർജ് സോറസുമായിട്ട് എന്ത് ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഒരുപാട് കൂട്ടായ്മകൾ രൂപീകരിക്കുക, പല രീതിയിൽ രാജ്യത്തെ നുഴഞ്ഞുകയറ്റം നടത്തുക, രാജ്യത്തെ ആളുകളെ തന്നെ വെച്ചുകൊണ്ട് ആ രാജ്യത്തെ ആളുകളെ തന്നെ സ്വായത്തമാക്കിക്കൊണ്ട് കൈക്കലാക്കിക്കൊണ്ട് അവർക്ക് പണം നൽകിക്കൊണ്ട് ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും ഭാരതം എന്ന രാജ്യത്തെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും, ഒരു രോമത്തെ തൊടാൻ പോലും യുവമാർക്ക് ആർക്കും കഴിഞ്ഞില്ല. ജോർജ് സോറസ് എന്ന കടൽക്കിടവിന് ഒട്ടും കഴിഞ്ഞില്ല, അതൊട്ടും കഴിയുകയുമില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങളാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. ഇവിടുത്തെ മാധ്യമങ്ങളെ, തീവ്രവാദ മാധ്യമ ഗ്രൂപ്പുകളെ, തീവ്രവാദ ഗ്രൂപ്പുകളെ, രാഷ്ട്രീയ കോമരങ്ങളെ, രാഷ്ട്രീയ ചെറ്റകൾ എല്ലാവരെയും തിരിച്ചറിയാൻ സാധിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഒപ്പം നമ്മുടെ ശക്തമായ ഭരണകൂടവും നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തിന് ഒപ്പമുണ്ട് എന്നതാണ് നമ്മുടെ ധൈര്യം. നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രോമത്തിൽ പോലും തൊടാൻ ഇവനൊന്നും കഴിയുകയില്ല എന്നതാണ് സത്യം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.